പ്രിയപ്പെട്ടവരെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളം 4ാം സെമസ്റ്ററിലെ ദൃശ്യകലാ സാഹിത്യം എന്ന പേപ്പറിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ദൃശ്യകലാ സാഹിത്യത്തിൻ്റെ അവസാനത്തെ ക്ലാസ്സാണ് ഇന്ന് എടുക്കുന്നത്. നമുക്ക് പ്രധാനപ്പെട്ട ചില ചോദ്യങ്ങൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. അടൂർ ഗോപാലകൃഷ്ണൻ്റെ ജനകീയ കല എന്ന ലേഖനത്തിൽ പറഞ്ഞിട്ടുള്ള കലയെ സംബന്ധിച്ച അദ്ദേഹത്തിൻ്റെ നിരീക്ഷണങ്ങൾ എന്തെല്ലാമെന്നതാണ് ഒരു ഉപന്യാസ ചോദ്യമായി ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. അപ്പം ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയനായ ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനും തിരക്കഥാകൃത്തുമാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയനായ ചലച്ചിത്ര നിർമ്മാതാവാണ്, സംവിധായകനാണ്, തിരക്കഥാകൃത്താണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ ചിത്രങ്ങളും തന്നെ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടവയാണ്. പാരമ്പര്യമായി ലഭിച്ച സാംസ്കാരിക സാഹചര്യങ്ങളാണ് അടൂരിൻ്റെ കലാബോധത്തെയും സർഗാത്മക വാസനകളെയും രൂപപ്പെടുത്തിയിട്ടുള്ളത്. ചിത്രലേഖ ഫിലിം സൊസൈറ്റി സ്ഥാപിക്കുവാൻ മുൻകൈ എടുത്തുകൊണ്ട് നവീനമായ ചലച്ചിത്ര സംസ്കാരത്തിന് മലയാളത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ തുടക്കം കുറിച്ചു. ചിത്രലേഖ എന്ന ഫിലിം സൊസൈറ്റി സ്ഥാപിക്കുവാൻ മുൻകൈ എടുത്തുകൊണ്ടാണ് നവീനമായ ചലച്ചിത്ര സംസ്കാരത്തിന് മലയാളത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ തുടക്കം കുറിച്ചത്. ഇവിടെ നിർമ്മിക്കപ്പെടുന്ന പാട്ടും നൃത്തവും മാത്രമുള്ള സിനിമകളേക്കാൾ ഉപരി ലോകത്ത് പലയിടത്തും മറ്റു തരത്തിലുള്ള സിനിമകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട് എന്ന് പ്രേക്ഷകരോട് പറയാൻ കൂടിയാണ് ഞങ്ങൾ ഫിലിം സൊസൈറ്റി സ്ഥാപിച്ചതെന്ന് അടൂർ പറയുന്നുണ്ട്. ഇവിടെ നിർമ്മിക്കപ്പെടുന്ന പാട്ടും നൃത്തവും മാത്രമുള്ള സിനിമയേക്കാൾ ഉപരി ലോകത്ത് പലയിടത്തും മറ്റു തരത്തിലുള്ള സിനിമകൾ നിർമ്മിക്കപ്പെടുന്നുണ്ട് എന്ന് പ്രേക്ഷകരോട് പറയാൻ കൂടിയാണ് ഞങ്ങൾ ഫിലിം സൊസൈറ്റി സ്ഥാപിച്ചതെന്ന് അടൂർ പറഞ്ഞിട്ടുണ്ട്. 1972 സ്വയംവരം എന്ന സിനിമയിലൂടെയാണ് അടൂർ ഗോപാലകൃഷ്ണൻ മലയാള സിനിമയിലേക്ക് കടന്നു വരുന്നത്. സമാന്തര സിനിമകളുടെ വക്താവാണ് അടൂർ ഗോപാലകൃഷ്ണൻ. സമാന്തര സിനിമകളുടെ വക്താവാണ്. ദേശീയവും അന്തർദേശീയവുമായ അംഗീകാരം നേടിയ അടൂർ ഗോപാലകൃഷ്ണൻ വാണിജ്യ സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി സമാന്തര സിനിമകളാണ് ചെയ്തിട്ടുള്ളത്. അടൂരിൻ്റെ ആദ്യ ചിത്രമായ സ്വയംവരം മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് തുടക്കം കുറിച്ചതാണ്. മലയാളത്തിലെ നവതരംഗ സിനിമയ്ക്ക് തുടക്കം കുറിച്ച ചിത്രമാണ് അടൂരിൻ്റെ സ്വയംവരം. സ്വയംവരത്തിന് മുമ്പ് ധാരാളം ഹ്രസ്വചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. 25ഓളം ഡോക്യുമെൻ്ററികൾ അദ്ദേഹത്തിൻ്റേതായിട്ടുണ്ട്. സ്വയംവരം, കൊടിയേറ്റം, കഥാപുരുഷൻ, എലിപ്പത്തായം, മുഖാമുഖം, അനന്തരം, മതിലുകൾ, വിധേയൻ, നിഴൽക്കുത്ത്, 4 പെണ്ണുങ്ങൾ, ഒരു പെണ്ണും രണ്ടാണും എന്നീ ചിത്രങ്ങൾ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്തവയാണ്. JC ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സമഗ്ര സംഭാവനകളെ അടിസ്ഥാനമാക്കി ഇന്ത്യൻ ഗവൺമെൻറ് പത്മശ്രീ നൽകി ആദരിച്ചു. 2024 ഏറ്റവും മികച്ച തിരക്കഥാകൃത്തിനുള്ള P. കേശവദേവ് പുരസ്കാരവും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. മലയാളത്തിൽ ദാദാസാഹബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ചലച്ചിത്ര പ്രവർത്തകനാണ് അടൂർ ഗോപാലകൃഷ്ണൻ. ആദ്യമായി മലയാളത്തിൽ ദാദാസാഹബ് പുരസ്കാരം നേടിയത് അടൂർ ഗോപാലകൃഷ്ണനാണ്. അടൂർ ഗോപാലകൃഷ്ണൻ്റെ സിനിമയുടെ ലോകം എന്ന കൃതിയിലെ ഒരു ലേഖനമാണ് ജനകീയ കല എന്നത്. സിനിമ എന്ന മാധ്യമത്തിൻ്റെ ജനകീയതയെക്കുറിച്ചുള്ള അടൂരിൻ്റെ വീക്ഷണമാണിത്. സിനിമ എന്ന മാധ്യമത്തിൻ്റെ ജനകീയതയെക്കുറിച്ചുള്ള അടൂരിൻ്റെ വീക്ഷണം. ഒരു കൗതുക സംരംഭം എന്ന നിലയിൽ തുടങ്ങിയ സിനിമ വിനോദ വ്യവസായത്തിലേക്കും പിന്നീട് കച്ചവട സാധ്യതകൾ തേടിയുള്ള പ്രയാണത്തിലേക്കും സഞ്ചരിക്കുന്ന കാഴ്ച അദ്ദേഹം ഈ ലേഖനത്തിൽ അവലോകനം ചെയ്യുന്നുണ്ട്. സിനിമയ്ക്ക് തനതായ പ്രയോഗശൈലിയും വ്യക്തിത്വവുമുള്ള ഒരു വ്യാകരണവും രൂപവും ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. സിനിമയ്ക്ക് തനതായ പ്രയോഗശൈലിയും വ്യക്തിത്വമുള്ള ഒരു വ്യാകരണവും ഉണ്ട് എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നു. ഒരു വ്യവസായം എന്ന നിലയിലേക്ക് മാറിയ സിനിമ അതിൻ്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പുവരുത്താൻ കൂടുതൽ ആസ്വാദകരെ സൃഷ്ടിക്കേണ്ടത് എങ്ങനെയാണെന്ന ചിന്തകളിലേക്കും ശ്രമങ്ങളിലേക്കും തിരിഞ്ഞു. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പാരമ്പര്യം അവകാശപ്പെടുന്നവയാണ് നമ്മുടെ സാഹിത്യവും മറ്റ് കലാരൂപങ്ങളും. അവയിൽ നിന്നും വ്യത്യസ്തമായ ഒരു കഥന രീതി അവലംബിക്കുന്നു സിനിമ. അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു കഥന രീതിയാണ് സിനിമ അവലംബിക്കുന്നത്. ഈ കഥന രീതി ആസ്വാദകരെ
പ്രദർശനശാലകളിൽ നിന്നും അകറ്റി നിർത്തുമോ എന്ന ഭയം ആദ്യകാലത്ത് സിനിമാ നിർമ്മാതാക്കളിലുണ്ടായിരുന്നു. ജനങ്ങളെ തിയേറ്ററിൽ എത്തിക്കാനുള്ള പല ഘടകങ്ങളും അവർ സിനിമയുടെ ഭാഗമാക്കി. ഗാനങ്ങൾ, സംഘടനകൾ, പ്രണയം, രതി തുടങ്ങിയവ സിനിമയിൽ ഉൾപ്പെടുത്തി. വ്യവസായം എന്ന നിലയിൽ വളർന്ന സിനിമ കച്ചവടം എന്ന രീതിയിലേക്ക് തരം താഴുകയുണ്ടായി. സിനിമ ലക്ഷണയുക്തമായ ഒരു ജനകീയ കലയാണെന്ന് പലരും ചിന്തിക്കുന്നു. സാർവലൗകികമാണ് സിനിമയെന്നും അതിന് എല്ലാവരെയും രസിപ്പിക്കാനുള്ള കഴിവുണ്ടെന്നും ഇത്രമേൽ ആസ്വാദകർ മറ്റൊരു കലാരൂപത്തിനും ഇല്ലെന്നും ഇത്തരക്കാർ വിശ്വസിക്കുന്നു. മറ്റൊരു കലാരൂപത്തിനും ഇല്ലെന്ന് പലരും വിശ്വസിക്കുന്നു. തെറ്റായ ഒരു വിശ്വാസമാണ്. സിനിമ സാർവലൗകികമാണ്, അത് ലക്ഷണയുക്തമായ ഒരു ജനകീയ കലയാണ്. മറ്റൊരു കലാരൂപത്തിനും ഇല്ലാത്തിടത്തോളം ധാരാളം പ്രേക്ഷകർ ഇതിന് ഉണ്ട് എന്ന് ചിലർ വിശ്വസിക്കുന്നു. ഇന്ന് ഏറ്റവും അധികം ലാഭമുള്ള ഒരു കച്ചവടമായി സിനിമാ മേഖല മാറി എന്നത് സത്യമാണ്. കാലഘട്ടത്തിന് അനുസരിച്ച് ജനങ്ങളുടെ അഭിരുചികൾക്കനുസരിച്ച് കച്ചവട സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് ചേരുവകളിൽ മാറ്റം വരുത്തിയാണ് സിനിമാ വ്യവസായം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. കാലത്തിനനുസരിച്ച് ധാരാളം മാറ്റങ്ങൾ സിനിമയിൽ വന്നിരിക്കുന്നു. കച്ചവട സാധ്യതകളാണ് സിനിമയിൽ കൂടുതൽ പ്രയോഗിക്കുന്നത്. കാലഘട്ടത്തിനനുസരിച്ച് ജനങ്ങളുടെ അഭിരുചികൾക്കനുസരിച്ച് കച്ചവട സാധ്യതകളെ മുന്നിൽ കണ്ടുകൊണ്ട് ചേരുവകളിൽ മാറ്റം വരുത്തിയാണ് സിനിമാ വ്യവസായം ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഒരു ദൃശ്യകല എന്ന നിലക്ക് മറ്റ് കലാസാഹിത്യ രൂപങ്ങളെ അപേക്ഷിച്ച് ആസ്വാദകനിൽ ചെലുത്താവുന്ന സ്വാധീനത്തിൻ്റെ അളവ് കൂടും. കച്ചവട സിനിമയുടെ നിർമ്മാതാക്കൾക്ക് അവരുടെ സുഖലാഭ താൽപ്പര്യങ്ങൾ നിറവേറ്റാനുള്ള മാധ്യമം മാത്രമാണ് സിനിമ. കച്ചവട സിനിമയുടെ നിർമ്മാതാക്കൾക്ക് അവരുടെ സുഖലാഭ താൽപ്പര്യങ്ങൾ നിറവേറ്റാനുള്ള ഒരു മാധ്യമം മാത്രമാണ് സിനിമ. തങ്ങളുടെ വികൃതമായ വാസനാ സൃഷ്ടികൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായി അവർ സമൂഹത്തെ കാണുകയാണ്. തങ്ങളുടെ വികൃതമായ വാസനാ സൃഷ്ടികൾ വിറ്റഴിക്കാനുള്ള കമ്പോളമായിട്ടാണ് അവർ സമൂഹത്തെ കാണുന്നത്. എളുപ്പം വിറ്റഴിക്കുന്നതെല്ലാം ഉത്തമങ്ങളാണെന്ന് അവർ കരുതുന്നു. സംഘടനകളും ആഭാസങ്ങളും സെന്റിമെന്റലിസവും കാഴ്ചക്കാരൻ്റെ ചപല വാസനകൾക്ക് വിരുന്നൂട്ടാനുള്ള ഉൽപ്പന്നങ്ങളായി അവർ കരുതുന്നു. പ്രതിബദ്ധത ഇല്ലാത്ത ഒരു സമൂഹത്തിന് മാത്രമാണ് ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ കണ്ടിരിക്കാൻ സാധിക്കൂ. പ്രതിബദ്ധതയില്ലാത്ത ഒരു സമൂഹത്തിന് മാത്രമാണ് ഇത്തരത്തിലുള്ള അവഹേളനങ്ങൾ കണ്ടിരിക്കാൻ സാധിക്കൂ. സമൂഹത്തിൻ്റെ സാംസ്കാരിക നിലവാരം പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികളാണ് കലകൾ. സമൂഹത്തിൻ്റെ സാംസ്കാരിക നിലവാരം പ്രതിഫലിപ്പിക്കുന്ന കണ്ണാടികളാണ് കലകൾ. അതുകൊണ്ട് സിനിമയ്ക്ക് സമൂഹത്തോട് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ കടമ അതിൻ്റെ സൃഷ്ടികളെ ശക്തവും പ്രസക്തവും സത്യസന്ധവും ആക്കുക എന്നതാണ്. സിനിമ സമൂഹത്തോട് നിർവഹിക്കാനുള്ള ഏറ്റവും വലിയ കടമ അതിൻ്റെ സൃഷ്ടികളെ ശക്തവും പ്രസക്തവും സത്യസന്ധവും ആക്കുക എന്നതാണ്. ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിവുള്ള ശക്തമായ മാധ്യമം എന്ന നിലക്ക് സിനിമ സാമൂഹ്യ പ്രതിബദ്ധമാകേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ സാമൂഹ്യ പ്രതിബദ്ധത സിനിമക്ക് ഉണ്ടായിരിക്കണം. ജനങ്ങളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന ഒരു കലയാണ് സിനിമ എന്നത്. സാമൂഹിക ധർമ്മങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി സിനിമ എന്ന മാധ്യമം ശക്തവും പ്രസക്തവും സത്യസന്ധവും ആയിരിക്കണം. അടുത്ത ചോദ്യം, ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠാപനങ്ങൾ കേരളീയ നവോത്ഥാനത്തിൻ്റെ നാഴികക്കല്ലുകളായി പരിണമിച്ചത് ഏതെല്ലാം രീതികളിലാണ്? ചർച്ച ചെയ്യുക. പ്രതിഷ്ഠാപന കലയുടെ പിൽക്കാല സന്ദർഭങ്ങളെ മുൻനിർത്തി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠകളിലെ കലാപരത എന്താണ് എന്ന് അന്വേഷിക്കുന്ന ലേഖനമാണ് കവിതാ ബാലകൃഷ്ണൻ്റെ പ്രതിഷ്ഠയും പ്രതിഷ്ഠാപനവും എന്നത്. പ്രതിഷ്ഠാപന കലയുടെ പിൽക്കാല സന്ദർഭങ്ങളെ മുൻനിർത്തി ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠകളിലെ കലാപരത എന്തെന്ന് അന്വേഷിക്കുന്ന ലേഖനമാണ് ഇത്. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠകൾ കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിൽ വിപ്ലവകരമായ ചില മൗലിക സന്ദർഭങ്ങളെ സൃഷ്ടിച്ചു. കേരളീയ നവോത്ഥാനത്തിൻ്റെ മുന്നേറ്റങ്ങളെ അവ സക്രിയമായി ചലിപ്പിക്കുകയുണ്ടായി. കേരളീയ നവോത്ഥാനത്തിൻ്റെ മുന്നേറ്റങ്ങളെ അവ സക്രിയമായി ചലിപ്പിച്ചു. കലയും രാഷ്ട്രീയ പ്രവർത്തനവും അവയുടെ സങ്കുചിതമായ പരിധികൾ ലംഘിച്ച് പരസ്പരം ഒന്നായിത്തീരുന്ന അപൂർവമായ ഒരു അനുഭവം ഗുരുവിൻ്റെ പ്രതിഷ്ഠകളിൽ കാണാൻ സാധിക്കും. കലയും രാഷ്ട്രീയ പ്രവർത്തനവും അവയുടെ സങ്കുചിതമായ പരിധികൾ ലംഘിച്ച് പരസ്പരം ഒന്നായിത്തീരുന്ന അപൂർവമായ ഒരു അനുഭവം ഗുരുവിൻ്റെ
പ്രതിഷ്ഠകളിൽ കാണാം. കലയും രാഷ്ട്രീയ പ്രവർത്തനവും ചൂഷണാത്മകമായ ഉൽപാദന വിനിമയ ബന്ധങ്ങളുടെ വിമർശന സ്ഥാനമാകുന്നതിൻ്റെ മുഹൂർത്തങ്ങളായി നാരായണ ഗുരുവിൻ്റെ പ്രതിഷ്ഠാപന പ്രക്രിയകളെ കാണാവുന്നതാണ്. ആത്മബോധത്തിൻ്റെ പ്രയോഗം കൊണ്ട് പരിവർത്തിപ്പിക്കാൻ സാധിക്കുന്ന അർത്ഥങ്ങളാണ് ഉടലുകൾക്കും വസ്തുതകൾക്കും വിശ്വാസങ്ങൾക്കും ഉള്ളതെന്ന് തിരിച്ചറിയാനാണ് കല്ല്, കണ്ണാടി, വിളക്ക് തുടങ്ങിയ ആശയപരമായ പ്രതിഷ്ഠാപനങ്ങൾ ഗുരു നടത്തിയത്. ആത്മബോധനത്തിൻ്റെ പ്രയോഗം കൊണ്ട് പരിവർത്തിപ്പിക്കാൻ സാധിക്കുന്ന അർത്ഥങ്ങളാണ് ഉടലുകൾക്കും വസ്തുക്കൾക്കും വിശ്വാസങ്ങൾക്കും ഉള്ളത് എന്ന് തിരിച്ചറിയാനാണ് കല്ല്, കണ്ണാടി, വിളക്ക് തുടങ്ങിയ ആശയപരമായ പ്രതിഷ്ഠാപനങ്ങൾ ഗുരു നടത്തിയത്. പ്രതിഷ്ഠാപനം വിമർശിക്കാനുള്ള മുഹൂർത്തങ്ങളായി മാറുന്നു. എന്നാൽ ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള കലാബോധം ഇവിടെ വികസിച്ചിട്ടില്ല. രവിവർമ്മ ചിത്രങ്ങളെയും ഗുരുവിൻ്റെ പ്രതിഷ്ഠാപന കർമ്മങ്ങളെയും കവിതാ ബാലകൃഷ്ണൻ താരതമ്യം ചെയ്യുന്നുണ്ട്. രവിവർമ്മയുടെ നാച്ചുറലിസ്റ്റിക് ചിത്രരചനാ രീതിയാണ്. രവിവർമ്മയുടേത് നാച്ചുറലിസ്റ്റിക് ചിത്രരചനാ രീതിയായിരുന്നു. വിഗ്രഹ വസ്തുക്കളല്ല, വിമോചന പ്രക്രിയകളാണ് ഗുരുവിൻ്റെ കർമ്മങ്ങളിൽ പ്രാധാന്യം. വിഗ്രഹ വസ്തുക്കളല്ല, വിമോചന പ്രക്രിയക്കാണ് ഗുരുവിൻ്റെ കർമ്മങ്ങളിൽ പ്രാധാന്യം. ഗുരുവിൻ്റെ എല്ലാ പ്രതിഷ്ഠകളും വിമോചനത്തിൻ്റെ ഭാഗമായിട്ടാണ് ലേഖിക നിരീക്ഷിക്കുന്നത്. ഗുരുവിൻ്റെ എല്ലാ പ്രതിഷ്ഠകളും വിമോചനത്തിൻ്റെ ഭാഗമാണ്. മലയാളികളുടെ സഞ്ചിതമായ ഓർമ്മകളിൽ ഘനീഭവിച്ച് കിടക്കുന്നതാണ് കല്ല് എന്നത്. മലയാളികളുടെ സഞ്ചിതമായ ഓർമ്മകളിൽ ഘനീഭവിച്ച് കിടക്കുന്നതാണ് കല്ല്. അതൊരു വിഗ്രഹം മാത്രമല്ല, മറിച്ച് ഓർമ്മയും പരേതരുടെ ജീവിത തുടർച്ചയുമാണ്. അതൊരു വിഗ്രഹം മാത്രമല്ല, മറിച്ച് ഓർമ്മയും പരേതരുടെ ജീവിത തുടർച്ചയുമാണ്. ഗുരുവിൻ്റെ പ്രതിഷ്ഠകളായ കല്ലും കണ്ണാടിയും വിഗ്രഹം എന്നതിനപ്പുറത്തേക്ക് മനുഷ്യവംശത്തിൻ്റെ അമൂർത്തമായ ആത്മബോധത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ഇപ്പോൾ ഗുരുവിൻ്റെ പ്രതിഷ്ഠകളായിട്ടുള്ള കല്ലും കണ്ണാടിയും വിഗ്രഹം എന്നതിനപ്പുറത്തേക്ക് മനുഷ്യവംശത്തിൻ്റെ അമൂർത്തമായിട്ടുള്ള ആത്മബോധത്തെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ചിന്ത കൊണ്ട് വിമോചിതമാകുന്ന സാമൂഹിക സന്ദർഭങ്ങളുടെ വീണ്ടെടുപ്പ് നടത്തുന്ന ഏതൊരാളും കലാകാരൻ എന്ന പദവിക്ക് അർഹനാണ്. അത്തരത്തിൽ വീക്ഷിക്കുമ്പോൾ ശ്രീനാരായണ ഗുരുവും ആധുനിക കലയുടെ വക്താവായി നിലകൊണ്ടിരുന്നുവെന്ന് നിസ്സംശയം പറയാം. ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ് ഛായാഗ്രഹണം. വിശദീകരിക്കുക. മലയാളത്തിലെ പ്രമുഖ ചലച്ചിത്ര നിരൂപകനും എഴുത്തുകാരനുമാണ് ഐ ഷൺമുഖദാസ്. മലയാളത്തിലെ പ്രമുഖ ചലച്ചിത്ര നിരൂപകനും എഴുത്തുകാരനുമാണ് ഐ ഷൺമുഖദാസ്. സിനിമയുടെ വഴിയിൽ എന്ന കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് നിശ്ചല ഛായാഗ്രഹണവും സിനിമയും എന്ന ലേഖനം. നിശ്ചല ഛായാഗ്രഹണവും സിനിമയും എന്ന ലേഖനം. ഈ ലേഖനത്തിൽ അധ്യായത്തെ 3ആയി തിരിച്ചിരിക്കുന്നു: താദാത്മ്യവൽക്കരണം, പാതയും യാത്രയും, ചലച്ചിത്രവും നിശ്ചല ചിത്രങ്ങളും എന്നിങ്ങനെ. നിശ്ചല ഛായാഗ്രഹണവും ചലച്ചിത്രവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ അന്വേഷിക്കുകയാണ് താദാത്മ്യവൽക്കരണം എന്ന 1-ാം ഭാഗത്തിൽ. നിശ്ചല ഛായാഗ്രഹണത്തിൻ്റെ തുടർച്ചയാണ് ചലച്ചിത്രം എന്നത്. നിശ്ചല ഛായാഗ്രഹണത്തിൻ്റെ തുടർച്ചയാണ് ചലച്ചിത്രം. അവ തമ്മിലുള്ള പ്രകടമായ വ്യത്യാസം ചലനമാണ്. ഒരു ചിത്രത്തെ ഫ്രെയിമിനുള്ളിലാക്കാൻ സഹായിക്കുന്ന വെളിച്ചത്തിൻ്റെ ലോകമാണ് നിശ്ചല ഛായാഗ്രഹണം എന്നത്. ഒരു ചിത്രത്തെ ഫ്രെയിമിനുള്ളിലാക്കാൻ സഹായിക്കുന്ന വെളിച്ചത്തിൻ്റെ ലോകമാണ് നിശ്ചല ഛായാഗ്രഹണം. എന്നാൽ സിനിമയാകട്ടെ ബാഹ്യമായ ഇരുട്ടിൽ വെള്ളിത്തിരയിൽ മാത്രം പ്രകാശമാനമാകുന്ന ദൃശ്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നാൽ സിനിമയാകട്ടെ ബാഹ്യമായ ഇരുട്ടിൽ വെള്ളിത്തിരയിൽ മാത്രം പ്രകാശമാനമാകുന്ന ദൃശ്യങ്ങളിലൂടെയാണ് മുന്നോട്ട് പോകുന്നത്. തൻ്റെ ചുറ്റും പരക്കുന്ന ഇരുട്ട് പ്രേക്ഷകനെ വെള്ളിത്തിരയിലെ കഥാപാത്രങ്ങളുമായി താദാത്മ്യം പ്രാപിക്കുന്ന മായികാബോധത്തിലേക്ക് നയിക്കുന്നു. തൻ്റെ ചുറ്റും പരക്കുന്ന ഇരുട്ട് പ്രേക്ഷകനെ വെള്ളിത്തിരയിലെ കഥാപാത്രങ്ങളുമായി താദാത്മ്യം പ്രാപിക്കുന്ന മായിക ബോധത്തിലേക്കാണ് നയിക്കുന്നത്. നിശ്ചല ഛായാഗ്രഹണത്തിൽ നിന്നും വ്യത്യസ്തമായി സിനിമയിൽ നിരന്തരം കടന്നുവരുന്ന ബിംബങ്ങളാണ് പാതയും യാത്രയും. നിശ്ചല ഛായാഗ്രഹണത്തിൽ നിന്ന് വ്യത്യസ്തമായി സിനിമയിൽ നിരന്തരമായി കടന്നുവരുന്ന ബിംബങ്ങളാണ് പാതയും യാത്രയും. സിനിമയിൽ പാതകളെ വ്യത്യസ്തമായി ചിത്രീകരിക്കുന്നു. സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന രൂപങ്ങളിൽ ഒന്നാണ് യാത്ര എന്നത്. സിനിമയിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന രൂപങ്ങളിൽ ഒന്നാണ് യാത്ര.
സങ്കല്പവായു വിമാനത്തിലേറി പ്രീതരായി സഞ്ചാരം ചെയ്യാം നമുക്കല്പം എന്നതുപോലെ കഥാപാത്രങ്ങളുടെ കൂടെ എവിടേക്ക് വേണമെങ്കിലും സഞ്ചരിക്കാൻ സിനിമ പ്രേക്ഷകന് അവസരം നൽകുന്നുണ്ട്. പ്രേക്ഷകന് എവിടേക്ക് വേണമെങ്കിലും പോകാനായിട്ട് സിനിമയിലൂടെ സാധിക്കുന്നു. ഗൃഹാതുരതയെ ഉണർത്താൻ നിശ്ചല ഛായാചിത്രങ്ങൾക്കാകും. ഒരു യാത്രയെ ഓർമ്മിപ്പിക്കാനേ നിശ്ചല ഛായാചിത്രങ്ങൾക്ക് കഴിയൂ. ഒരു യാത്രയെ ഓർമ്മിപ്പിക്കാനേ നിശ്ചല ഛായാചിത്രങ്ങൾക്ക് സാധിക്കൂ. എന്നാൽ യാത്രാനുഭവം പ്രദാനം ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കുന്നുണ്ട്. നിശ്ചല ഛായാചിത്രങ്ങൾ കൂടുതൽ സ്ഥിരതയുണ്ട്. അവ സ്ഥിരവും യാഥാർത്ഥ്യവുമായി നമ്മുടെ ഭൂതകാലത്തെ ഓർമ്മിപ്പിക്കുന്നു. അവ സ്ഥിരവും യാഥാർത്ഥ്യവുമായി നമ്മുടെ ഭൂതകാലത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. സിനിമയാകട്ടെ ഒരു മായിക ലോകത്തിലേക്ക് പ്രേക്ഷകനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ചെയ്യുന്നത്. സിനിമയെ അപേക്ഷിച്ച് സ്ഥിരത ഉണ്ടെന്നതാണ് നിശ്ചല ഛായാഗ്രഹണത്തിൻ്റെ സവിശേഷത. സിനിമയെ അപേക്ഷിച്ച് സ്ഥിരത ഉണ്ടെന്നതാണ് നിശ്ചല ഛായാഗ്രഹണത്തിൻ്റെ സവിശേഷത. ചലച്ചിത്രവും നിശ്ചല ഛായാചിത്രവും തമ്മിലുള്ള വ്യത്യാസം ചലനവുമായി ബന്ധപ്പെടുന്നതാണ്. ചലച്ചിത്രം വർത്തമാനകാല സംബന്ധിയാണെങ്കിൽ നിശ്ചല ഛായാചിത്രങ്ങൾ ഭൂതകാലത്തിൻ്റെ ഓർമ്മകളാണ് ഉണർത്തുന്നത്. ഒരു സിനിമ കാണുമ്പോൾ യാഥാർത്ഥ്യമാണ് താൻ കാണുന്നതെന്ന് പ്രേക്ഷകൻ വിചാരിക്കുന്നു. ചലച്ചിത്രത്തിൻ്റെ ചലനവേഗത കുറച്ചുകൊണ്ട് നിശ്ചലതയോട് അവ യാഥാർത്ഥ്യത്തോട് അടുപ്പിക്കുന്ന രീതിയിൽ സിനിമകൾ നിർമ്മിക്കുന്ന സംവിധായകർ ധാരാളമുണ്ട്. ഇത് വളരെ വ്യത്യസ്തമായ അനുഭവമാണ് പ്രേക്ഷകന് നൽകുന്നത്. നാൾ വഴികൾ കേരളീയ സംസ്കാരത്തിൻ്റെയും സാമൂഹിക മാറ്റങ്ങളുടെയും പ്രതിഫലനമാണ് മലയാള ചലച്ചിത്ര ചരിത്രം. കേരളീയ സംസ്കാരത്തിൻ്റെയും സാമൂഹിക മാറ്റങ്ങളുടെയും പ്രതിഫലനമാണ് മലയാള ചലച്ചിത്ര ചരിത്രം. നിശബ്ദ ചിത്രങ്ങളിൽ തുടങ്ങി ആഗോളതലത്തിൽ ശ്രദ്ധ നേടിയ ഇന്നത്തെ ന്യൂ വേവ് സിനിമകൾ വരെയുള്ള ഈ വളർച്ച ശ്രദ്ധേയമായ പല ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോയിട്ടുള്ളത്. മലയാള സിനിമയുടെ ചരിത്രം ആരംഭിക്കുന്നത് JC ഡാനിയലിലൂടെയാണ്. മലയാള സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്ന അദ്ദേഹം 1928 നിർമ്മിച്ച് സംവിധാനം ചെയ്ത വിഗതകുമാരനാണ് ആദ്യ മലയാള നിശബ്ദ ചിത്രം. 1928 നിർമ്മിച്ച് അദ്ദേഹം സംവിധാനം ചെയ്ത വിഗതകുമാരൻ എന്ന ചിത്രം. PK റോസി ആയിരുന്നു അതിലെ നായിക. തുടർന്ന് 1933 മാർത്താണ്ഡവർമ്മ എന്ന രണ്ടാമത്തെ നിശബ്ദ ചലച്ചിത്രം പുറത്തിറങ്ങുകയുണ്ടായി. 1933 മാർത്താണ്ഡവർമ്മ എന്ന രണ്ടാമത്തെ ചിത്രം പുറത്തിറങ്ങുന്നത്. 1938 പുറത്തിറങ്ങിയ ബാലനാണ് മലയാളത്തിലെ ആദ്യ സംസാരിക്കുന്ന ചിത്രം ബാലനാണ്. 1938 ഈ സിനിമ പുറത്തിറങ്ങിയത്. S. നൊട്ടാണിയായിരുന്നു ഇതിൻ്റെ സംവിധായകൻ. നല്ലൊരു കുടുംബം എന്ന് തുടങ്ങുന്ന ഗാനത്തോടെ മലയാള സിനിമ ശബ്ദത്തിൻ്റെ ലോകത്തേക്ക് ചുവടുവെക്കുകയുണ്ടായി. നല്ലൊരു കുടുംബം എന്ന് തുടങ്ങുന്ന ഗാനത്തോടെയാണ് മലയാള സിനിമ ശബ്ദത്തിൻ്റെ ലോകത്തേക്ക് ചുവടുവെക്കുന്നത്. 1940 ഇറങ്ങിയ ജ്ഞാനാംബികയും ആദ്യകാല ചിത്രത്തിലെ പ്രധാന ചിത്രങ്ങളിൽ ഒന്നാണ്. തുടക്കത്തിൽ നാടകങ്ങളുടെയും പുരാണങ്ങളുടെയും സ്വാധീനത്തിലായിരുന്നു സിനിമ. പിന്നീടാണ് യാഥാർത്ഥ്യബോധമുള്ള ജീവിതത്തിലേക്ക് സിനിമ നീങ്ങുന്നത്. 1950 ജീവിതത്തിലേക്ക് സിനിമ വഴിതിരിയുന്നത്. 1954 പുറത്തിറങ്ങിയ നീലക്കുയിൽ മലയാള സിനിമയിലെ വഴിത്തിരിവാകുന്നു. 1954 നീലക്കുയിൽ എന്ന ചിത്രം പുറത്തിറങ്ങുന്നത് ഒരു മലയാള സിനിമയിലെ വഴിത്തിരിവായിരുന്നു. P. ഭാസ്കരനും രാമു കരിയാട്ടും ചേർന്ന് സംവിധാനം ചെയ്ത ഈ ചിത്രം രാഷ്ട്രപതിയുടെ വെള്ളി മെഡൽ നേടിയെടുത്തു. P. ഭാസ്കരനും രാമു കരിയാട്ടും ചേർന്നാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. ജാതി വിവേചനവും സ്ത്രീ പീഡനവും പ്രമേയമാക്കിയ ഈ ചിത്രം മലയാള സിനിമയ്ക്ക് സ്വന്തമായൊരു ഭാഷയും സ്വത്വവും നൽകുകയുണ്ടായി. ജാതി വിവേചനവും സ്ത്രീ പീഡനവും പ്രമേയമാക്കിയ ഈ ചിത്രം മലയാള സിനിമയ്ക്ക് സ്വന്തമായൊരു ഭാഷയും സ്വത്വവും നൽകി. 1965 തകഴിയുടെ നോവലിനെ ആസ്പദമാക്കി രാമു കരിയാട്ട് ഒരുക്കിയ ചെമ്മീൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ചലച്ചിത്രത്തിനുള്ള രാഷ്ട്രപതിയുടെ സുവർണ കമലം ഗോൾഡ് മെഡൽ നേടുകയുണ്ടായി. ദേശീയ തലത്തിൽ മലയാള സിനിമയുടെ ഖ്യാതി ഉയർത്തിയ ചിത്രമായിരുന്നു ഇത്. MT വാസുദേവൻ നായർ, P. കേശവദേവ്, ഉറൂബ് തുടങ്ങിയ പ്രമുഖ സാഹിത്യകാരന്മാരുടെ കൃതികൾ ഈ കാലഘട്ടങ്ങളിൽ സിനിമകളായി മാറി. 1970 അടൂർ പുക ബാലകൃഷ്ണൻ സ്വയംവരം എന്ന സിനിമയുമായി വരുന്നത്. മലയാള സിനിമയിൽ
സമാന്തര സിനിമാ പ്രസ്ഥാനത്തിൻ്റെ തുടക്കമായിരുന്നു സ്വയംവരത്തിലൂടെ. അത് 1972 ഈ സിനിമ റിലീസ് ചെയ്തത്. അടൂർ ഗോപാലകൃഷ്ണൻ, ജി അരവിന്ദൻ, ജോൺ എബ്രഹാം, KG ജോർജ്, PN മേനോൻ തുടങ്ങിയ സംവിധായകർ അന്താരാഷ്ട്ര ചരിത്രവേദികളിൽ മലയാളത്തിൻ്റെ പേര് എത്തിക്കുകയുണ്ടായി. എലിപ്പത്തായം, കാഞ്ചനസീത, അമ്മ അറിയാൻ, യവനിക എന്നിവ ഇതിൽ വളരെ പ്രമുഖമായ ചിത്രങ്ങളാണ്. എലിപ്പത്തായം, കാഞ്ചനസീത, അമ്മ അറിയാൻ, യവനിക എന്നിവ. 1980 മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമാണ്. വാണിജ്യ സിനിമകളും കലാമൂല്യമുള്ള സിനിമകളും തമ്മിലുള്ള അതിർവരമ്പുകൾ മാഞ്ഞ ഒരു കാലമായിരുന്നു അത്. പത്മരാജൻ, ഭരതൻ, IV ശശി, K ബാലചന്ദ്രൻ, മോഹൻ, സിബി മലയിൽ, സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ തുടങ്ങിയ പ്രതിഭകൾ ജനപ്രിയവും നിലവാരമുള്ളതുമായ നിരവധി സിനിമകൾ സൃഷ്ടിക്കുകയുണ്ടായി. പത്മരാജൻ, ഭരതൻ, IV ശശി, K ബാലചന്ദ്രൻ, മോഹൻ, സിബി മലയിൽ, സത്യൻ അന്തിക്കാട്, പ്രിയദർശൻ തുടങ്ങിയവർ ജനപ്രിയവും നിലവാരമുള്ളതുമായ നിരവധി സിനിമകൾ മലയാളിക്ക് കാഴ്ചവെച്ചു. പ്രേം നസീർ, സത്യൻ, മധു എന്നിവരുടെ കാലത്തിന് ശേഷം മമ്മൂട്ടിയും മോഹൻലാലും മലയാള സിനിമയുടെ മുൻനിര നായകന്മാരായി ഉയർന്നു വരുന്നതും 1980 1990 മണിച്ചിത്രത്താഴ്, ഗോഡ് ഫാദർ, സ്ഫടികം, ദേവാസുരം തുടങ്ങിയ എവർഗ്രീൻ ഹിറ്റുകൾ മലയാളത്തിൽ പിറന്നുവെങ്കിലും 90 അവസാനത്തിലും 2000 തുടക്കത്തിലും മലയാള സിനിമാ ഫോർമുല സിനിമകളിലേക്കും ചില പ്രതിസന്ധികളിലേക്കും നീങ്ങുകയുണ്ടായി. എന്നിരുന്നാലും സാങ്കേതികമായി മലയാള സിനിമ ഡിജിറ്റൽ യുഗത്തിലേക്ക് മാറാൻ തുടങ്ങിയത് ഈ കാലഘട്ടത്തിലായിരുന്നു. 1990 മുതൽ 2000 വരെയാണ് ഈ തകർച്ചയും സാങ്കേതിക മുന്നേറ്റവും ഉണ്ടായ കാലഘട്ടം. പിന്നീട് വരുന്നത് 2010 ന്യൂ ജനറേഷൻ സിനിമകളാണ്. 2011 പുറത്തിറങ്ങിയ ട്രാഫിക്, പിന്നീട് പുറത്തിറങ്ങിയ ചാപ്പാക്കുരിശ് തുടങ്ങിയ ചിത്രങ്ങൾ മലയാള സിനിമയിലെ പുതിയൊരു ഘട്ടത്തിലേക്ക്, ന്യൂ വേവ്, ന്യൂ ജനറേഷൻ ഘട്ടത്തിലേക്കാണ് പ്രവേശിക്കുന്നത്. പ്രമേയങ്ങളിലെ വൈവിധ്യമാണ് എടുത്തു പറയേണ്ടിയിരുന്നത്. നായക കേന്ദ്രിതമായ ഫോർമുലകളിൽ നിന്ന് മാറി സാധാരണ മനുഷ്യരുടെ സൂക്ഷ്മമായിട്ടുള്ള വികാരങ്ങൾ, പ്രകൃതി, പ്രാദേശിക സംസ്കാരം, ലിംഗസമത്വം എന്നിവയെല്ലാം സിനിമയ്ക്ക് വിഷയമായി തീർന്നു. നായക കേന്ദ്രീകൃതമായ ഫോർമുലകളിൽ നിന്ന് മാറി സാധാരണ മനുഷ്യരുടെ സൂക്ഷ്മമായ വികാരങ്ങൾ, പ്രകൃതി, പ്രാദേശിക സംസ്കാരം, ലിംഗസമത്വം എന്നിവ പ്രമേയങ്ങളായിത്തീരുന്നു. ആഗോള ശ്രദ്ധ നേടിയ ചിത്രങ്ങളുണ്ടായി. കുമ്പളങ്ങി നൈറ്റ്സ്, മഹേഷിൻ്റെ പ്രതികാരം, ഈ മൈ യൗ, ജല്ലിക്കട്ട്, മിന്നൽ മുരളി, മഞ്ഞുമൽ ബോയ്സ്, ആടുജീവിതം, ഭ്രമയുഗം തുടങ്ങിയ ചിത്രങ്ങൾ ഇന്ത്യയൊട്ടക്കും വിദേശങ്ങളിലും വലിയ തരംഗമായി മാറിയ ചിത്രങ്ങളായിരുന്നു. മറ്റൊന്ന് OTT മുന്നേറ്റമാണ്. ആഗോള പ്രേക്ഷകരിലേക്ക് സബ് ടൈറ്റിലുകളിലൂടെ സിനിമകൾ എത്തിയതോടെ ഉള്ളടക്കത്തിൻ്റെ മികവിൽ മലയാള സിനിമ ലോക സിനിമയിൽ തന്നെ ശ്രദ്ധേയമായ സ്ഥാനമുറപ്പിക്കുന്നു. നിശബ്ദതയിൽ തുടങ്ങി പ്രാദേശികത കൈവിടാതെ തന്നെ സർവ്വദേശീയ നിലവാരത്തിലേക്ക് ഉയർന്ന ചരിത്രമാണ് മലയാള സിനിമയുടേത്. കാലഘട്ടത്തിനനുസരിച്ച് നവീകരിക്കപ്പെടുകയും സ്വന്തം വേരുകൾ കാത്തുസൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് മലയാള സിനിമയുടെ കരുത്ത്. അടുത്ത ചോദ്യം, മലയാള നാടകത്തിൻ്റെ ചരിത്രം. മലയാള നാടകമെന്ന കലാരൂപത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ഉത്ഭവ വികാസ പരിണാമ ചരിത്രങ്ങളും നാടകത്തിൻ്റെ ആശയ സങ്കല്പത്തിൽ വന്ന വ്യതിയാനങ്ങളും പഠനവിധേയമാക്കേണ്ട ഒന്നാണ്. മലയാള നാടകമെന്ന കലാരൂപത്തിൻ്റെ സാഹിത്യത്തിൻ്റെ ഉത്ഭവ വികാസ പരിണാമ ചരിത്രങ്ങളും നാടകത്തിൻ്റെ ആശയ സങ്കല്പത്തിൽ വന്ന വ്യതിയാനങ്ങളും പഠനവിധേയമാക്കേണ്ട ഒന്നാണ്. ദൃശ്യഭാഷയ്ക്കും ദൃശ്യ സംസ്കാരത്തിനും ഏറെ പ്രാധാന്യമുള്ള വർത്തമാനകാലത്ത് സംവേദനത്തിൻ്റെ നവ്യരൂപങ്ങൾ സൃഷ്ടിക്കാനാകുന്ന നാടകത്തെ ശ്രേഷ്ഠമായ ഒരു ഉപാധിയാക്കി മാറ്റാനാകും. ആംഗല നാടക വിവർത്തനത്തിൻ്റെ പാതയിലൂടെ വന്ന് കാളിദാസാദി കവിവര്യന്മാരുടെ സംസ്കൃത കൃതികളെ മൊഴിമാറ്റം നടത്തി അരങ്ങിലെത്തിച്ചെങ്കിലും അതിൽ നിന്ന് ഗൗരവമായ നാടകീയ അനുഭവം സഞ്ചയിക്കാൻ മലയാളികൾക്ക് ആയില്ല. ആദ്യകാലത്ത് ഇംഗ്ലീഷ് നാടകങ്ങളുടെ വിവർത്തനങ്ങൾ, പിന്നീട് കാളിദാസൻ മുതലായവരുടെ സംസ്കൃത നാടകങ്ങളുടെ വിവർത്തനങ്ങളും മലയാളത്തിലുണ്ടായി. ഇതൊന്നും ഗൗരവമായിട്ടുള്ള ഒരു നാടകീയ അനുഭവം മലയാളിക്ക് നൽകുകയുണ്ടായില്ല. തമിഴ് സംഗീത നാടകങ്ങളുടെ അരങ്ങുവാഴൽ മലയാളത്തിൻ്റെ നാടകവേദികളെ ദൃശ്യപൊലിമയുടെയും പ്രകടനപരതയുടെയും അനൗചിത്യ രംഗങ്ങളാക്കി മാറ്റുകയുണ്ടായി. മലയാള സംഗീത നാടകങ്ങളുടെ
അടിത്തറയായിരുന്നു ഈ ദൃശ്യപ്പൊലിമ എന്ന് പറയാം. നാടകവേദിയിൽ മാറ്റം കൊണ്ടുവരാൻ KC കേശവപിള്ള സംഗീത നാടകമായ സദാരാമയിലൂടെ കഴിയുന്നുണ്ട്. KC കേശവപിള്ള സംഗീത നാടകമായ സദാരാമ എഴുതി അത് മലയാള നാടകവേദിയിൽ മാറ്റം കൊണ്ടുവരുന്നുണ്ട്. അതിലൂടെ കച്ചവട നാടകവേദിക്ക് ആരംഭം കുറിക്കാനും മലയാളിയുടെ ആസ്വാദനശീലത്തിൽ മാറ്റം വരുത്താനും കഴിഞ്ഞു. തുടർന്ന് വരുന്നത് പ്രഹസനങ്ങളുടെ കാലമായിരുന്നു. മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന സമകാല പ്രശ്നങ്ങളെ പരസ്യമായി ഇതിൽ അവതരിപ്പിക്കുകയുണ്ടായി. ഇ.വി. കൃഷ്ണപിള്ളയുടെയും മറ്റും പ്രഹസനങ്ങളാണ് ഇക്കൂട്ടത്തിൽ വളരെ പ്രധാനപ്പെട്ടവ. CV രാമൻപിള്ളയും പ്രഹസനങ്ങൾ എഴുതിയിട്ടുണ്ട്. സമകാലിക പ്രശ്നങ്ങളെ പരസ്യമായി ഈ പ്രഹസനങ്ങളിൽ അവതരിപ്പിക്കുകയുണ്ടായി. മനുഷ്യജീവിതത്തെ ബാധിക്കുന്ന സമകാല പ്രശ്നങ്ങളെ പരസ്യമായി അവതരിപ്പിച്ചുകൊണ്ട് നേർവഴിയിലേക്ക് നയിക്കുന്ന ഇത്തരം രചനകൾ നാടകീയ മുഹൂർത്തങ്ങൾ കുറവെങ്കിലും അവ ഗദ്യനാടകത്തിൻ്റെ വളർച്ചയിലേക്കാണ് നയിച്ചത്. അന്ധവിശ്വാസങ്ങൾ, അനാചാരങ്ങൾ, വ്യക്തിപരവും സാമൂഹികവുമായ അസമത്വങ്ങൾ എന്നിവയ്ക്കെതിരെയുള്ള ആയുധമായി സാമൂഹിക നാടകങ്ങൾ പിറവികൊള്ളുന്നത് ഈ വേളയിലാണ്. മലയാള നാടകത്തിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത യോഗക്ഷേമ സഭയുടെ നമ്പൂതിരി നവോത്ഥാന നാടകങ്ങളിൽ പ്രതിഫലിച്ചു. രാഷ്ട്രീയമായ നവീനബോധം തൊഴിലിടങ്ങളിലെ ചൂഷണത്തിനും അനീതിക്കുമെതിരെയും ജന്മിത്വത്തിനെതിരെയുമുള്ള പ്രക്ഷോഭമായി മാറുന്നു. രാഷ്ട്രീയ നാടകങ്ങളിൽ ഇത് നമുക്ക് കാണാൻ സാധിക്കും. രാഷ്ട്രീയമായ നവീനബോധം തൊഴിലിടങ്ങളിലെ ചൂഷണത്തിനും അനീതിക്കുമെതിരെയും ജന്മിത്വത്തിനെതിരെയുമുള്ള പ്രക്ഷോഭങ്ങൾ മലയാളത്തിലെ രാഷ്ട്രീയ നാടകങ്ങളിൽ കാണാൻ സാധിക്കും. അങ്ങനെ നാടകം സാമൂഹിക പരിവർത്തനത്തിനുള്ള ശക്തമായിട്ടുള്ള ഒരു മാധ്യമമായി മാറുന്ന കാഴ്ച മലയാള നാടക ലോകത്ത് അനാവൃതമായി. നാടക സാഹിത്യത്തിലും അവതരണത്തിലും മാറ്റങ്ങൾ ഉളവാക്കിക്കൊണ്ട് ഇബ്സന്റെ സ്വാധീനം N. കൃഷ്ണപിള്ളയുടെയും മറ്റും സർഗലോകത്തിലൂടെ ഇവിടേക്ക് കടന്നു വന്നു. പ്രശ്ന നാടകത്തിൻ്റെ സവിശേഷതകളും സുഗഠിതത്വവും അങ്ങനെ മലയാള നാടക ലോകത്തേക്കും ലബ്ധപ്രതിഷ്ഠമായി. നാടകത്തിൻ്റെ രൂപശില്പത്തിലും ആന്തരിക തലത്തിലും പുതിയ കാഴ്ചപ്പാടുകൾ പിറന്നു. പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനതയുടെ വിമോചന സ്വപ്നങ്ങളെ പുരോഗമന പരമായി ആവിഷ്കരിക്കാൻ പിന്നീട് മലയാള നാടകവേദിക്ക് സാധിക്കുകയുണ്ടായി. സ്ത്രീ നാടകവേദി, തനത് നാടകവേദി, ഇതെല്ലാം എടുത്തു പറയേണ്ട മലയാള നാടക വേദികളാണ്. വിമോചനത്തിൻ്റെയും പ്രത്യാശയുടെയും ഇടമെന്ന നിലയിലാണ് സ്ത്രീ മുന്നേറ്റത്തിൻ്റെ നൂതന ചരിത്രങ്ങൾ സൃഷ്ടിച്ചത്. മലയാള നാടകവേദി വിമോചനത്തിൻ്റെയും പ്രത്യാശയുടെയും ഇടമെന്ന നിലയിൽ സ്ത്രീ മുന്നേറ്റത്തിൻ്റെ നൂതന ചരിത്രങ്ങൾ സൃഷ്ടിക്കുന്ന കാഴ്ചകളും മലയാള നാടകവേദിക്ക് സ്വന്തമായി ഒരു അരങ്ങ് സങ്കല്പത്തിലും അവതരണത്തിലും അഭിനയത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തര പരിവർത്തനങ്ങളുടെ സമഗ്രതയാണ് മലയാള നാടകവും രംഗവേദിയും എന്ന് പറയാം. IPTA, KPSC, തിരുവരങ്ങ്, സോപാനം, പ്രസാദന ലിറ്റിൽ തിയേറ്റർ, കലാവേദി, G. ശങ്കരപ്പിള്ള സ്മാരക നാടക പഠന കേന്ദ്രം, രംഗപ്രഭാത്, നിരീക്ഷ തുടങ്ങിയ നിരവധി നാടക സംഘങ്ങൾ നവീന നാടകവേദിയുടെ വളർച്ചയ്ക്ക് ഏറെ സഹായകമായിട്ടുണ്ട്. അമേർച്ചർ നാടകവേദി 70കളിൽ സജീവമായി. റേഡിയോ നാടകങ്ങൾ കാലയളവിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ കൂടി നോക്കാം. മലയാളിയുടെ മാറുന്ന ദൃശ്യ സംസ്കാരം. കേൾവിയുടെയും വായനയുടെയും ലോകത്ത് നിന്ന് കാഴ്ചയുടെ അനന്ത സാധ്യതകളിലേക്ക് മലയാളി നടത്തിയ പരിണാമം സാംസ്കാരിക ചരിത്രത്തിലെ സവിശേഷമായിട്ടുള്ള ഒരു അധ്യായമാണ്. കേൾവിയുടെയും വായനയുടെയും ലോകത്ത് നിന്ന് കാഴ്ചയുടെ അനന്ത സാധ്യതകളിലേക്ക് മലയാളി നടത്തിയ പരിണാമം സാംസ്കാരിക ചരിത്രത്തിലെ സവിശേഷമായിട്ടുള്ള ഒരു അധ്യായമാണ്. പരമ്പരാഗത ദൃശ്യകലകളിൽ തുടങ്ങി ഇന്ന് വിരൽത്തുമ്പിലെ ഡിജിറ്റൽ സ്ക്രീനുകളിൽ എത്തി നിൽക്കുന്ന ഈ യാത്ര മലയാളിയുടെ ഭാവുകതയെയും സാമൂഹിക ബോധത്തെയും ആഴത്തിൽ മാറ്റിമറിച്ചിട്ടുണ്ട്. അച്ചടി മാധ്യമങ്ങൾ രൂപപ്പെടുത്തിയ ചിന്താധാരകളെ പിന്തള്ളിക്കൊണ്ട് ദൃശ്യങ്ങൾ ആശയവിനിമയത്തിൻ്റെ പ്രധാന മാധ്യമമായി മാറിയ സമകാലിക കേരളീയ ജീവിതത്തെ സമഗ്രമായി വിലയിരുത്തേണ്ടതുണ്ട്. പാരമ്പര്യത്തിൽ നിന്ന് നവമാധ്യമങ്ങളിലേക്ക് പരിണാമ വഴികൾ. മലയാളിയുടെ ദൃശ്യബോധത്തിൻ്റെ അടിത്തറ രൂപപ്പെട്ടത് നാടൻ കലകളിലൂടെയും അനുഷ്ഠാനങ്ങളിലൂടെയുമാണ്. പിന്നീട് സാങ്കേതിക വിദ്യയുടെ വളർച്ച ദൃശ്യാനുഭവങ്ങളെ
ഘട്ടം ഘട്ടമായി മാറ്റിത്തീർക്കുന്നു. അനുഷ്ഠാന രംഗകലകൾ, കഥകളി, തെയ്യം, പടയണി, കൂത്ത് തുടങ്ങിയവയിലൂടെയാണ് മലയാളി ആദ്യകാലത്ത് ദൃശ്യ സൗന്ദര്യം അനുഭവിച്ചറിഞ്ഞത്. കഥകളി, തെയ്യം, പടയണി, കൂത്ത് തുടങ്ങിയവയിലൂടെയാണ് മലയാളി ആദ്യകാലത്ത് ദൃശ്യ സൗന്ദര്യം അനുഭവിച്ചറിഞ്ഞത്. ഇവിടെ കാഴ്ചകൾ സമൂഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും വിശ്വാസങ്ങളുമായി ഇഴചേർന്നവയായിരുന്നു. ഇവിടുത്തെ കാഴ്ചകൾ സമൂഹത്തിൻ്റെയും കൂട്ടായ്മയുടെയും വിശ്വാസങ്ങളുടെയുമായി ഇഴചേർന്നവയാണ്. പിന്നീട് നാടകവും ചലച്ചിത്രവും. 20-ാം നൂറ്റാണ്ടിൽ നാടകവേദികളും പിന്നാലെ സിനിമയും രംഗപ്രവേശം ചെയ്തതോടെ ദൃശ്യമൊരു ജനകീയ മാധ്യമമായി മാറുന്നു. സിനിമാ കൊട്ടകൾ മലയാളിയുടെ സാമൂഹിക ജീവിതത്തിൻ്റെ ഭാഗമായി മാറി. ടെലിവിഷൻ യുഗം. ദൂരദർശൻ്റെ വരവും 90കളിലെ സ്വകാര്യ സാറ്റലൈറ്റ് ചാനലുകളിലൂടെ കുതിച്ചുചാട്ടവും കാഴ്ചയെ സ്വീകരണ മുറികളിലേക്ക് ഒതുക്കി. കൂട്ടായ്മയുടെ കാഴ്ച വ്യക്തിഗതവും കുടുംബപരവുമായ തലത്തിലേക്ക് ചുരുങ്ങുകയുണ്ടായി. ആദ്യം കൂട്ടായ്മയുടെ കാഴ്ചയാണെങ്കിൽ പിന്നീട് ഈ കാഴ്ച വ്യക്തിഗതവും കുടുംബപരവുമായിട്ടുള്ള തലത്തിലേക്ക് ചുരുങ്ങുന്നതാണ് ടെലിവിഷൻ യുഗത്തിൽ കാണുന്നത്. സ്മാർട്ട് ഫോണും OTTയും. ആധുനിക കാലത്ത് ഇൻ്റർനെറ്റിൻ്റെയും OTTയുടെയും പ്ലാറ്റ്ഫോമുകളുടെയും സോഷ്യൽ മീഡിയയുടെയും വരവോടെ ദൃശ്യ സംസ്കാരം സമ്പൂർണ്ണമായി വികേന്ദ്രീകരിക്കപ്പെടുന്നു. ആധുനിക കാലത്ത് ഇൻ്റർനെറ്റിൻ്റെയും OTTയുടെയും പ്ലാറ്റ്ഫോമുകളുടെയും സോഷ്യൽ മീഡിയയുടെയും വരവോടെ ദൃശ്യ സംസ്കാരം സമ്പൂർണ്ണമായി വികേന്ദ്രീകരിക്കപ്പെട്ടു. സിനിമയും ടെലിവിഷനും സൃഷ്ടിച്ച ഭാവുകത്വ മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നോക്കാം. മലയാളിയുടെ ദൈനംദിന ജീവിതത്തെയും രാഷ്ട്രീയ സാമൂഹിക ചിന്തകളെയും സ്വാധീനിക്കുന്നതിൽ ചലച്ചിത്രങ്ങൾക്കും ടെലിവിഷൻ പരമ്പരകൾക്കും വലിയ സ്വാധീനമുണ്ട്. പാരമ്പര്യ നായക സങ്കല്പങ്ങൾ പൊളിച്ചെഴുതപ്പെടുകയും സാധാരണ മനുഷ്യരുടെയും സൂക്ഷ്മ ജീവിതവും പ്രാദേശിക യാഥാർത്ഥ്യങ്ങളും സിനിമയുടെ കേന്ദ്ര പ്രമേയങ്ങളായി മാറുകയും ചെയ്യുന്നു. ഈ കാലഘട്ടത്തിൽ സാങ്കേതികമായി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർന്ന മലയാള സിനിമ ആഗോള പ്രേക്ഷകരുമായി സംവദിക്കാൻ തുടങ്ങുന്നു. പരമ്പരകളും റിയാലിറ്റി ഷോകളും. ടെലിവിഷൻ സീരിയലുകൾ മെലോ ഡ്രാമകളിലൂടെ കുടുംബ ബന്ധങ്ങളെ വാർപ്പ് മാതൃകളായി തളച്ചിടാൻ ശ്രമിച്ചപ്പോൾ റിയാലിറ്റി ഷോകൾ സാധാരണക്കാരുടെ സ്വകാര്യതയെയും കഴിവുകളെയും വിപണി ചരക്കുകളാക്കി മാറ്റുകയുണ്ടായി. ടെലിവിഷൻ സീരിയലുകൾ മെലോ ഡ്രാമകളിലൂടെ കുടുംബ ബന്ധങ്ങളെ വാർപ്പ് മാതൃകളായി തളച്ചിടാൻ ശ്രമിച്ചപ്പോൾ റിയാലിറ്റി ഷോകൾ സാധാരണക്കാരുടെ സ്വകാര്യതയെയും കഴിവുകളെയും വിൽപ്പന ചരക്കുകളാക്കി മാറ്റി. ദൃശ്യവാർത്തകളുടെ രാഷ്ട്രീയം. വാർത്താ ചാനലുകളിലെ തത്സമയ ചർച്ചകളും ബ്രേക്കിംഗ് ന്യൂസും സംസ്കാരവും ഗൗരവമുള്ള വാർത്തകളെപ്പോലും നാടകീയമായ ഒരു ദൃശ്യവിരുന്നാക്കി മാറ്റിക്കളഞ്ഞു. ഡിജിറ്റൽ യുഗത്തിലെ ദൃശ്യവിസ്ഫോടനം. സ്മാർട്ട് ഫോണുകളും അതിവേഗ ഇൻ്റർനെറ്റും മലയാളിയുടെ ദൃശ്യാനുഭവത്തെ അടിമുടി പരിഷ്കരിക്കുകയുണ്ടായി. കാഴ്ചക്കാരൻ മാത്രമായിരുന്ന സാധാരണക്കാരൻ ഇന്ന് യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവയിലൂടെ സ്വന്തമായി ഉള്ളടക്കം നിർമ്മിക്കുന്ന കണ്ടന്റ് ക്രിയേറ്ററായി മാറുകയുണ്ടായി. റീൽസ്. സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള റീൽസുകളും ഷോർട്സുകളും മലയാളിയുടെ ചിന്താശേഷിയെയും ക്ഷമയെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ആഴത്തിലുള്ള വായനയ്ക്കും ചിന്തക്കും പകരം ക്ഷണികമായ ദൃശ്യസുഖങ്ങളിലേക്ക് ശ്രദ്ധ മാറുന്നതായി കാണാം. സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള റീൽസുകളും ഷോർട്സുകളും മലയാളിയുടെ ചിന്താശേഷിയെയും ക്ഷമയെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഇൻഫ്ലുവൻസർമാർ വഴി ഉൽപ്പന്നങ്ങൾ വിൽക്കുന്ന രീതി ജനകീയമായി. കാണുന്നതെല്ലാം വിൽക്കാനുള്ളതാണ് എന്ന കമ്പോള യുക്തിയിലേക്ക് മലയാളി നയിക്കപ്പെടുന്നു. കാഴ്ച എന്നത് കേവലം ഒരു ഇന്ദ്രിയ അനുഭവം മാത്രമല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ ചിന്തയെയും രാഷ്ട്രീയത്തെയും രൂപപ്പെടുത്തുന്ന ശക്തമായ ഒരു മാധ്യമമാണ്. കാഴ്ച എന്നത് കേവലം ഒരു ഇന്ദ്രിയ അനുഭവം മാത്രമല്ല, മറിച്ച് ഒരു സമൂഹത്തിൻ്റെ ചിന്തയെയും രാഷ്ട്രീയത്തെയും രൂപപ്പെടുത്തുന്ന ശക്തമായ മാധ്യമമാണ്. സാങ്കേതിക വിദ്യയുടെ വളർച്ച നൽകുന്ന ദൃശ്യവിസ്മയങ്ങളെ വിവേചന ബുദ്ധിയോടെ സമീപിക്കാൻ മലയാളിക്ക് കഴിയണം. സ്ക്രീനുകൾ നൽകുന്ന ക്ഷണികമായ കാഴ്ചകളിൽ അഭിരമിക്കുന്നതിനൊപ്പം യാഥാർത്ഥ്യങ്ങളെ വിമർശനാത്മകമായി കാണാനും വിലയിരുത്താനുമുള്ള വിഷ്വൽ ലിറ്ററസി ആർജിക്കുമ്പോഴാണ് ഒരു സമൂഹം എന്ന നിലയിൽ കേരളത്തിൻ്റെ സാംസ്കാരിക മുന്നേറ്റം അർത്ഥപൂർണമാകുന്നത്. ഇതോടെ ദൃശ്യകലാ സാഹിത്യം എന്ന പേപ്പറിൻ്റെ ക്ലാസ് അവസാനിക്കുകയാണ്. ഏകദേശം
4 സെമസ്റ്ററുകളിലൂടെ കുറച്ച് ക്ലാസ്സുകൾ നിങ്ങൾക്ക് എടുത്തുതരാൻ കഴിഞ്ഞു. അതിൽ വലിയ സന്തോഷമുണ്ട്. ഇനിയും ആവശ്യമുള്ളപ്പോൾ ക്ലാസ്സുകളുമായി നിങ്ങളെ കാണുമെന്ന പ്രതീക്ഷയോടെ നിർത്തുകയാണ്. എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകരിച്ചതെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യണമെന്ന ഒരാഗ്രഹം കൂടിയുണ്ട്. നിങ്ങൾക്കത് പ്രയോജനപ്പെട്ടതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്നതിന് വേണ്ടിയാണ്. ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് MA മലയാളം പഠിക്കുന്ന മറ്റ് വിദ്യാർത്ഥികൾ കൂടി ഷെയർ ചെയ്യുമെന്ന പ്രതീക്ഷയോടെ വീണ്ടും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.